ഇന്ന് നമ്മൾ ലുലു മാളിലെ ഫുഡ് കോർട്ടത്ത് ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. അന്നാവില എന്ന് പറഞ്ഞൊരു വെജാണ് ആദ്യം തന്നെ കണ്ടു കേട്ടോ. നല്ല അടിപൊളി ഊത്തപ്പവും ചെട്ടിനാട് കറി ദോശയും പിന്നെ അങ്ങനെ ഒരു ഷെസ്വാൻ അപ്പോൾ അങ്ങനെ കുറേ വെറൈറ്റി മുളക് ബജിയൊക്കെ ഉണ്ട്. ഇത് പിന്നെ നമ്മുടെ കാലിക്കറ്റിലെ പാരഗണ്ട സൽക്കാര, അവിടെയാണ് ഈ കല്ലുമ്മക്കായ നിറച്ചതും കിഴി ബിരിയാണി കിഴി പൊറോട്ടയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നാഗാസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പിന്നെ കുറേ റൈസ് കോമ്പോസ് ഉണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസും അൽഫാമും തന്തൂരിയൊക്കെ ആയിട്ടുള്ള കോമ്പോസ് ഉണ്ട്. ഇത് പിന്നെ ഹോട്ട് പീ സിസ്ലി നൂഡിൽസ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. അതും അതുപോലെ തന്നെ നല്ല കുറേ വെറൈറ്റി നൂഡിൽസും പാസ്തയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് പിന്നെ ഏറ്റവും ടേസ്റ്റിയും ഏറ്റവും എക്കണോമിക്കലുമായിട്ട് തോന്നിയത് കേട്ടോ. നിളയുടെ ഫുഡ് അൽഫാം തന്തൂരി അങ്ങനെയൊക്കെ വിത്ത് റോട്ടി കോമ്പോസിന് തന്നെ 340 ഒക്കെ ഉള്ളൂ കേട്ടോ. അധിക സാധനം അതെ 280 240 ഒക്കെ റേഞ്ചിൽ നല്ല ടേസ്റ്റിയും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് കുറേ കണ്ടു അവിടെ. ഞങ്ങൾ അവിടുന്ന് കുറേ സാധനം വാങ്ങി. ഒരു കോക്കനട്ടൊക്കെ മറ്റേ കൊത്തിയ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള കോക്കനട്ട് ഒനിയൻ ബീഫ് ചില്ലി അത് വാങ്ങിയിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കപ്പയുണ്ട്, കപ്പയും മീനും ചിക്കനും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു ചാട്ട് ഷോപ്പ് കേട്ടോ. അവിടെ എല്ലാതും ഉണ്ട്. പാനിപ്പൂരിയും ദഹിവടയും ദഹിപൂരിയും അങ്ങനെ കുറേ ചാട്ട് ഐറ്റംസ് ഒക്കെ കഴിക്കാനാണ് തോന്നുന്നതെങ്കിൽ ആ ചാട്ട് ഷോപ്പിൽ നിന്ന് അതും കഴിക്കാം. പിന്നെ നമ്മൾ ഒറിജിനൽ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണിയുടെ ഷോപ്പുണ്ട്. ഈ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി എന്ന് പറഞ്ഞൊരു ഗ്രേവിയൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ശരിക്കും കഴിക്കാൻ. കണ്ടോ ഒരുപാടുണ്ടാവും. ഒരിടത്തുനിന്ന് വാങ്ങിയാൽ തന്നെ ഒരു 3 ആൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അവരുടെ മട്ടൻ ബിരിയാണിയാണ് ശരിക്കും ഏറ്റവും ടേസ്റ്റ്. നല്ലൊരു സ്പൈസി മസാലയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ഡിണ്ടിഗൽ തലപ്പാക്കട്ടി. പിന്നെ അൽബേക്കിൻ്റെ സാധാരണ പോലെയുള്ള അൽബേക്കിൻ്റെ ചിക്കനും അങ്ങനെ കുറേ ഫ്രൈസും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നേഷ്യാസൻ എന്ന് പറഞ്ഞിട്ട് അതിലും അതേ കുറേ കോമ്പോസ് ഉണ്ട്. മോമോസും നൂഡിൽസും ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അങ്ങനെ ഏത് ഐറ്റം ഫുഡ് വേണമെന്നുണ്ടെങ്കിലും അവിടെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവനോട് ഇഷ്ടം അനുസരിച്ച് കഴിക്കാം. ചിക്കൻ ലോലിപോപ്പ് ഉണ്ട്, വെജ് മോമോയും ചിക്കൻ മോമോയും അങ്ങനെ കുറേ മോമോസ് അവരുടെ ആ ഷോപ്പിലുണ്ട് കേട്ടോ. പിന്നെ ഒരു വെജ് ഷോപ്പ്, അവിടെ അത് വലിയ പൂരിയുണ്ട്. പിന്നെ അങ്ങനെ കുറേ ചാട്ട് ഐറ്റംസും അങ്ങനെ പഞ്ചാബി ഷോപ്പ് അങ്ങനെ കുറേ വെജ് ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. കുറേ ദാലിൻ്റെയും ഗോപിയുടെയൊക്കെ. അങ്ങനെ ഞങ്ങൾ ഒരു വലിയ ഗീ റോസ്റ്റ് വാങ്ങി, പേപ്പർ റോസ്റ്റും. ഈ പേപ്പർ റോസ്റ്റിൻ്റെ കൂടെ നല്ല അടിപൊളി റെഡ് ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാറും വൈറ്റ് ചട്നിയൊക്കെ ഉണ്ട്, പക്ഷേ റെഡ് ചട്നി ആയിരുന്നു ഏറ്റവും ടേസ്റ്റ്. നല്ല ഉള്ളിയും തേങ്ങയും എല്ലാം കൂടി ഇട്ടിട്ടുള്ള മുളകും മറ്റൽ മുളകൊക്കെ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡ് ചട്നി ആയിരുന്നു. പിന്നെ മുളക് ബജി അതെ നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റും, ഉള്ളു നല്ല സോഫ്റ്റും പുറം ഭയങ്കര ക്രിസ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അയാൻ്റെ എവർ ടൈം ഫേവറേറ്റ് ആയ ചിക്കനിലെ സ്ട്രിപ്സ്. അവൻ എവിടെ പോയാലും ചിക്കനിലെ സ്ട്രിപ്സ് അല്ലേ KFCയിലെ സ്ട്രിപ്സേ വാങ്ങുള്ളൂ. അവൻ ബന്നിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബർഗറാക്കിയൊക്കെ കഴിച്ചു കേട്ടോ. സോസൊന്നും അവന് വേണ്ട, മയണൈസൊന്നും വേണ്ട. ഇത് പിന്നെ നിളയത്തെ അൽഫാം കോമ്പോയും പിന്നെ ആ തേങ്ങാ കൊത്തിട്ട ബീഫും അതിൻ്റെ കൂടെയുള്ള ബട്ടർ നാനും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനും നല്ല സോഫ്റ്റ് ആയിരുന്നു. അതുപോലെ തേങ്ങാ കൊത്തിട്ട ബീഫ് അത് പിന്നെ എടുത്ത് പറയുക തന്നെ വേണം, നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ഉള്ളിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ഒക്കെ അതിൽ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ചില്ലി ഫ്ലേക്സും ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ടാണ് ആ ബീഫ് ചില്ലി തന്നേക്കുന്നത്. അതിൽ കുറച്ച് തേങ്ങാ കൊത്തൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ അൽഫാം കോംബോ ഞാൻ പറഞ്ഞിട്ട് വെറും 340 ഒക്കെ ഉള്ളൂ. 2 വലിയ പീസ് ചിക്കനും പിന്നെ ഒരു 2 റോട്ടിയും ഉണ്ട് അതിൻ്റെ കൂടെ. കുറച്ച് ഒനിയൻസും കൂടിയുള്ള ഒരു മയണൈസും ഒക്കെ ഉള്ളൊരു കോംബോ ആണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് ഗ്രിൽഡും അൽഫാമും തന്തൂരിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ അവിടുത്തെ കൊത്തു പൊറോട്ട, ഇത് മാത്രം ഫ്ലോപ്പായിരുന്നു. വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഭയങ്കര പട്ടയുടെയും ഗ്രാമ്പൂരിയും ഒരു മസാലയുടെയൊക്കെ ഒരു കുത്തുന്ന ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന്. ഇത് പിന്നെ ചോക്ലേറ്റ് ട്രഫിൾ, അത് നല്ല അടിപൊളി ടേസ്റ്റ്, ഭയങ്കര സോഫ്റ്റും അതിൽ അലിയണതൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല അലിഞ്ഞു പോണ പോലത്തെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ നന്നായി എൻജോയ് ചെയ്ത് എല്ലാ ഐറ്റം ഫുഡും ഒക്കെ ടേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മളിനി അടുത്തതായിട്ട് പ്ലേ ഏരിയയിൽ പോയി കളിക്കാനാണ് പരിപാടി കേട്ടോ. ഫണ്ടൂറ എന്ന് പറഞ്ഞാൽ അവിടെ കുറേ കൂപ്പൺസ് എടുക്കുക ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മളൊരു കാർഡ് എടുക്കണം. 1000 2000 എത്രയും കൊടുത്തിട്ട് 2000 എടുത്തു കഴിഞ്ഞാൽ 3000 കിട്ടും. ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം നമ്മൾ തന്നെ എടുത്തു. പിന്നെ ഇത് കണ്ട കുട്ടികൾക്കുള്ള കുറേ പൊങ്ങുണ്ടാവുകയൊക്കെ ചെയ്യുന്ന കുറേ റൈഡുകളുണ്ട്. കുട്ടികൾ നല്ല തറവായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നല്ല 2-3 മണിക്കൂർ അതിന് പോകണമെന്നറിയില്ല, സമയം പോകണമെന്നറിയില്ല. ഇതും അതെ നല്ല ബെൽറ്റൊക്കെ ഇട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഫുള്ളിങ്ങനെ വട്ടത്തിൽ കറങ്ങും കേട്ടോ. നല്ല സറൗണ്ട് ചെയ്ത് ഫുൾ ഇതാണ്ട് എന്ത് സ്പീഡിലായിട്ട് പോകുന്നത് നോക്ക്. ഭയങ്കര അടിപൊളിയായിട്ട് പോകും. പേടിയുള്ളവരൊക്കെ കുറേ പേര് ആർത്തലച്ച് കരയുന്നുണ്ടായിരുന്നു. എന്നാലും ധൈര്യം കാണിക്കാൻ വേണ്ടി അയ്യൊക്കെ എല്ലാത്തിലും കയറി. പിന്നെ ഒരു സീറോ ഗ്രാവിറ്റി ചേംബർ ഉണ്ടായിരുന്നു കേട്ടോ. ആണ് ഏറ്റവും അടിപൊളി. ഇത് എല്ലാ സ്ഥലത്തൊന്നും ഇല്ല. ഒരുവിധം ഗെയിം സോണുകളിലൊന്നും ഈ സീറോ ഗ്രാവിറ്റി ചേംബർ ഇല്ല. കുറച്ച് സ്ഥലങ്ങളിൽ പുറത്തൊക്കെ കുറച്ച് സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ കുറച്ച് വട്ടം കറങ്ങി ഒരു സൈഡിൽ നിന്ന് എല്ലാവരും ഇറങ്ങാനുള്ളൊരു പ്ലാനിലൊക്കെ നിൽക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് സൈഡൊക്കെ വീണ്ടും കറങ്ങുന്നത്. കുറേ ടൈമുണ്ട്, അത്യാവശ്യം നല്ല ടൈമുണ്ട്. നല്ല ത്രില്ലിങ് ആയിട്ടുള്ള റൈഡാട്ടോ ഇത്. ഫുള്ള് ക്ലോക്ക് വൈസും തിരിയും കുറച്ച് നേരം, പിന്നെ കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസും തിരിയും.
പിന്നെ അങ്ങനെ എല്ലാ റൈഡും അവിടെ ഫുള്ള് റൈഡും കയറി. ഏതായാലും കാർഡ് എടുത്തല്ലേ, ആ കാർഡ് കംപ്ലീറ്റ് ആക്കാമെന്ന് പറഞ്ഞ് എല്ലാത്തിലും കയറിയിട്ടാണ്. ഇത് പിന്നെ കുഞ്ഞു കുട്ടികൾക്കുള്ള ഒരു ട്രെയിനുണ്ട്. ഇത് പിന്നെ ഒരു VR ആണ്, കണ്ണടയൊക്കെ വെച്ച് ഇരിക്കുക. എന്നിട്ട് ആ സീറ്റിൽ ഇരുന്നിട്ട് സീറ്റ് പിന്നെ 360 ഡിഗ്രി ഒക്കെ ഫുള്ള് വട്ടം കറങ്ങും. അത്യാവശ്യം നല്ല ധൈര്യമുള്ളവർ കയറിയാൽ മതി. പക്ഷെ കാണാനുള്ള വ്യൂസ് ഒരു റേസിംഗ് ആയിരുന്നു, വലിയൊരു രസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഞങ്ങളൊക്കെ കയറിയിട്ടോ. പക്ഷേ ഒരു വലിയ രസമൊന്നുമില്ല. 360 ഒക്കെ കറങ്ങുമെങ്കിലും നമ്മൾ കണ്ണൊക്കെ മൂടിയത് കാരണം 360 കറങ്ങണ ഫീലൊന്നും കിട്ടിയില്ല. ഒരു ബൈക്ക് റേസിൻ്റെ ഒരു ഫീല്, സാധാരണ VR കാണുന്നത് റേസിൻ്റെ ഫീല് മാത്രമേ ഉണ്ടായുള്ളൂ. ഇതും അവർ ഭയങ്കര ത്രില്ലിങ് റൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറ്റിയത്. ഇനി ചിലപ്പോൾ ഇത് മാറ്റുമ്പോൾ വീഡിയോ മാറ്റുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ത്രില്ലിങ് ആവുമായിരിക്കും. അങ്ങനെ ഇതിലും കയറി. പിന്നെ ഒരു റോളർ കോസ്റ്റർ ഉണ്ടോ ബാക്കിലൂടെ പോകുന്നത്, അത് ഇതിനെ ഫുള്ള് ചുറ്റിയിട്ട് ഈ ഫണ്ടിയോറേനെ ഫുള്ള് ചുറ്റി ഇങ്ങനെ പോകും. ഒരു കാറ്റർപില്ലറിൻ്റെ ഷേപ്പിലുള്ള റോളർ കോസ്റ്ററാണ്. അത് ഭയങ്കര ഇതൊന്നുമില്ല, ഫുള്ള് 360 കറങ്ങണമെന്നില്ല, ഒരു ചെറിയ ചെരിവൊക്കെ മാത്രമേ ഉള്ളൂ. എന്നാലും 2-3 റൗണ്ട് ഇങ്ങനെ ഫുള്ള് കറങ്ങും. അതിൽ കുട്ടികളെ കയറിയുള്ളൂ, കാണുമ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ കയറാനുള്ളൊരു റോളർ കോസ്റ്റർ, വലിയ പേടിയൊന്നും ഇല്ലാത്തൊരു റോളർ കോസ്റ്റർ, അത്രയൊക്കെ കരുതാനുള്ളൂ. പിന്നെ ആ ചേംബറിൽ കയറിയിട്ടോ. ചേംബറാണ് പറയാൻ വയ്യ കേട്ടോ. ഇത് കണ്ടോ 360 കറങ്ങണത്. പിന്നെ ചേംബറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പറയാൻ വയ്യ. ഫുള്ള് നല്ല ധൈര്യമുള്ളവർ കയറിയാൽ മതി. കുറച്ച് നല്ല സ്പീഡിൽ ഇങ്ങോട്ട് കറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ബേസിലുള്ള ആ പ്ലാറ്റ്ഫോം അങ്ങോട്ട് പോകും. പിന്നെ നമ്മളിങ്ങനെ എയറിൽ നിൽക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ വേണമെങ്കിൽ കാല് ചവിട്ടി നമുക്ക് കയറുകയൊക്കെ ചെയ്യാം. അങ്ങനെ കാല് ചവിട്ടിയൊക്കെ കയറാൻ ശ്രമിച്ച 1-2 ആൾക്കാർ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള തല തിരിഞ്ഞു പോയി. ഹെഡ് താഴെയും കാല് പുറത്തും. അങ്ങനെ നിന്നാലും അത് അതേപോലെ നമ്മളങ്ങനെ നിൽക്കും, വീഴൊന്നുമില്ല. ഇങ്ങനെ തല തിരിഞ്ഞും ചെരിഞ്ഞും ഒക്കെ പല ആൾക്കാരും നമ്മളിങ്ങനെ ഒരു പൊസിഷൻ മാറാൻ ശ്രമിക്കും, ആ പൊസിഷനിൽ അങ്ങനെ നിന്നുവോ. ഗ്രാവിറ്റി ഇല്ലാത്ത കാരണേ അങ്ങനെ കാല് താഴെയൊന്നുമുള്ളതില്ല. പിന്നെ അവസാനം നിൽക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്ലാറ്റ്ഫോം വരുമ്പോൾ അവിടെ താഴേക്ക് അങ്ങോട്ട് കിടന്നോളൂ. അപ്പോഴേ നമുക്ക് ആ പൊസിഷൻ പിന്നെ ശരിയാക്കാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഒന്നും അല്ല. കുറേ പേര് അർത്തലച്ച് കരഞ്ഞു കറങ്ങുന്നത്. എന്നാലും കൂടിയിട്ട് ഏതായാലും ഒന്ന് ട്രൈ ചെയ്തു. എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടുള്ളൂ. നെക്സ്റ്റ് എല്ലാവരും ട്രൈ ചെയ്തു. ഏതായാലും അങ്ങനെ ഒരു വണ്ടർഫുൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഫണ്ടിയൂറയും എല്ലാം കൂടി ലുലു മോൾ അടിച്ചു പൊളിച്ചു. ഇത് പിന്നെ ഇങ്ങനെ പൊങ്ങുകയും താവുകയും ചെയ്യുന്ന ഒരു റൈഡ്, ഇതെല്ലായിടത്തും സാധാരണ കാണുന്നതാണ്. കുറച്ച് ഭയങ്കര ഉയരമൊന്നുമില്ല. കുട്ടികളൊക്കെ കയറിയിട്ടോ, കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റിയ ഒരു ലെവലേട്ടോ. അങ്ങനെ 2-3-4 റൈഡുകളും കൂടി ഉണ്ട്. പിന്നെ കയറുന്ന വോൾ ക്ലൈമ്പിങ് കേട്ടോ, ആ ട്രക്കിങ്ങിൻ്റെയൊക്കെ പോലത്തെ വോൾ ക്ലൈമ്പിങ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കൂടി കുട്ടികൾക്കൊക്കെ, ചെറിയ കുട്ടികൾക്കുള്ളൂ കേട്ടോ, അതൊക്കെ ചെറിയ കുട്ടികൾക്കും കൂടി കയറാൻ പറ്റിയ റൈഡാണ്. അങ്ങനെ ഇതോടുകൂടി നമ്മൾ അന്നത്തെ ലുലു മാളും കൊച്ചി ട്രിപ്പും അവസാനിക്കുകയാണ്. എല്ലാവർക്കും ചാനലും വീഡിയോയും ഒക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. So thank you for watching.